ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു യാത്ര പോവുകയാണ്. യാത്രയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങളൊരു അമ്പലത്തിൽ തൊഴാൻ പോവുക. അപ്പോൾ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഓട്ടോ വന്നിട്ടുണ്ട്. ഞാനും ചേച്ചിയും നൈനും കൊണ്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കുറച്ച് തിരക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ഡേ ആയിരുന്നു. അത് മാത്രമല്ല, രാവിലെയൊക്കെ ജോലിക്കാരുടെ തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് നേരം ക്യൂ നിന്നതിന് ശേഷമാണ് കേട്ടോ ചേച്ചിക്ക് ടിക്കറ്റൊക്കെ കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ അപ്പുറത്തെ വശത്ത് വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ടിരുന്നു കേട്ടോ. നമ്മൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നേ. ട്രെയിനകത്ത് കയറി. എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി കേട്ടോ. നയനും കുറച്ച് നേരമൊക്കെ അടങ്ങിയിരുന്നു. കുറേ സമയം തന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അവൾക്ക് മുഷിച്ചിലായിരുന്നു കേട്ടോ. അവൾ കുറച്ച് നേരം എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം വഴക്കിട്ടു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നേരെ ഓട്ടോ പിടിക്കാനായിട്ടാണ് കേട്ടോ പോയത്. അവിടുന്ന് ഓട്ടോ പിടിച്ച് നേരെ പോയത് പഴവങ്ങാടി ഗണപതി ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ എവിടെയാണ് വന്നതെന്ന്. അങ്ങനെ അവിടെ നിന്ന് തൊഴുതു. വലിയ തിരക്കൊന്നും ഇല്ലാന്ന് നന്നായി തന്നെ തൊഴാനും പറ്റി. തേങ്ങയൊക്കെ അടിച്ചിട്ട് ആ തേങ്ങ എടുത്തോണ്ട് വന്ന് കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അങ്ങനെ ഓട്ടോയിൽ കയറി പിന്നെ വന്നത് ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് കേട്ടോ. വന്നപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സുഖമായിട്ട് തൊഴാൻ പറ്റി. തിരക്കുണ്ടെങ്കിലും കയറി തൊഴുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് കേട്ടോ. അവിടെ പൂജ സമയമായിരുന്നു. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവിടെ ഇങ്ങനെ ദേവിയുടെ പ്രധാന വഴിപാടായ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. പിന്നെ കുറച്ച് നേരം അതൊക്കെ പോയി നിന്ന് കണ്ടു കേട്ടോ. എന്ത് ഭംഗിയുണ്ടല്ലേ അത് കാണാനായിട്ട്. പുറത്ത് നിന്ന് ദേവിയെ കണ്ട് ഒന്നുകൂടി തൊഴുതിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോഴത്തേക്കിനാണെങ്കിൽ നല്ല വെയിലായിട്ടുണ്ടായിരുന്നേ, നല്ല ചൂടും. പിന്നെ ഭക്ഷണം കൂടെ കഴിക്കാത്തതുകൊണ്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ പിന്നെ നേരെ ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചേ. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്. ഏകദേശം 5 വർഷം ആയിട്ടുണ്ടാവും. 5 വർഷത്തിന് മേലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ അമ്പലത്തിൽ വന്നിട്ട്. നേരത്തെ അമ്മയുടെ കൂടെ പൊങ്കാലയിടാൻ വന്ന ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക്. അങ്ങനെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. അവിടെ നൈന് നല്ല ബഹളമായിരുന്നു. അങ്ങനെ ഒരുവിധ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിയേ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. നൈനുവിനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. പക്ഷെ അവളാണെങ്കിലോ അപ്പോഴത്തേക്കിന് ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനും ചേച്ചിയും കൂടെ ട്രെയിനകത്ത് കയറുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്കാണ് ഞങ്ങൾ ട്രെയിനകത്ത് കയറിയത്. എന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ട്രെയിനകത്ത് കയറി നമുക്കുള്ള സീറ്റിൽ നമ്മൾ ഇരുന്ന് കേട്ടോ. എനിക്കൊരു വിൻഡോ സീറ്റ് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ അന്നേരം കാഴ്ചകളൊക്കെ കാണാൻ കുറച്ചുകൂടി സൗകര്യമാവുമല്ലോ. അങ്ങനത്തെ ട്രെയിനൊക്കെ എടുത്ത് എന്ത് ഭംഗിയായിരുന്നറിയോ ഓരോ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ വല്ലപ്പോഴുമാണ് കേട്ടോ ട്രെയിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ട്രെയിൻ യാത്ര എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുവേ. അത് മാത്രമല്ല, നമ്മൾ ഈ ട്രെയിനകത്ത് യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് പേര് ഒന്നിച്ച് പോകുമ്പോഴാണ് കേട്ടോ. ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഇങ്ങനെ ട്രെയിനകത്ത് വരുന്നത്. അതിൻ്റെ ചെറിയ എക്സൈറ്റ്മെൻറ്റും ഉണ്ടെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഓരോ കാഴ്ചകളും എനിക്ക് പുതിയതുപോലെ ആയിരുന്നു. ഈ ട്രെയിൻ യാത്രയിൽ ഏറ്റവും ഭംഗിയുള്ളത് ഞാൻ കുറേ നാൾ കൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. എന്ത് ഭംഗിയാണെന്നറിയാം ഈ സ്ഥലം കാണാനായിട്ട്. ഒരുപാട് നാളുകൊണ്ട് ഞാനിവിടെ നിന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു ദിവസം നടക്കുമായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം അടുത്ത് വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ കരുനാഗപ്പള്ളി എത്തിയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിന്ന് കേട്ടോ. ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും അങ്ങോട്ട് പോയ കോലമൊന്നും ആയിരുന്നില്ല കേട്ടോ. രണ്ടാൾക്കും 2 പേരും കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നൈനുവിൻ്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്കാട്ടോ പോയത്. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ കുറേ നാളായില്ലേ യാത്രയൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടായിരിക്കും ഭയങ്കര ക്ഷീണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.